കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ്, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 6.0. ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് MES 012 എന്ന് പറഞ്ഞിട്ടുള്ള MA എഡ്യൂക്കേഷന്റെ പേപ്പറാണ്. സോ MES 012 എന്ന് പറയുന്ന പേപ്പറിന്റെ പേര് വരുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് നേച്ചർ ആൻഡ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ്. ഈ ഒരു പേപ്പറിന്റെ ടേം ആൻഡ് എക്സാമിനേഷൻസ് അപ്രോച്ച് ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ PBIQയുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് ലേൺവൈസിന്റെ അഡ്വാൻസ് ലേണിംഗ് എക്കോസിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ ഈ ഒരു പേപ്പറിന്റെ ടേം ആൻഡ് എക്സാമിനേഷന്റെ സെക്ഷൻസ് ആയിട്ടുള്ള ഡിസംബർ 2022 മുതൽ ഡിസംബർ 2025 വരെ ഓരോ ക്വസ്റ്റ്യന്റെ SLMസുകളും ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്തതിന്റെ ബേസിസിൽ ഹൈ യിൽഡ് ആയിട്ടുള്ള സിലബസ് മാപ്പിങ്ങുകൾ, വരാൻ സാധ്യതയായിട്ടുള്ള ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസുകൾ, ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ആൻസർ സെറ്റ്സുകൾ, അതേപോലെ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ആൻസർ ടൂൾ റൈറ്റിംഗ് കിറ്റ് ആണ് ലേൺവൈസിന്റെ ഈ ഒരു സെക്ഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. വളരെ ഫോക്കസ്ഡ് കൂടിയിട്ടും കാമോട് കൂടിയിട്ടും വേണം എക്സാമിനേഷൻസ് അപ്രോച്ച് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ റിവിഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് പാനിക് ആവേണ്ട ഒരു കാര്യവും വരുന്നില്ല. അപ്പൊ എങ്ങനെയാണ് കൺസിസ്റ്റന്റ് ആയിട്ട് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ ഹൗ ടു യൂസ് ദിസ് ഡെക്ക്, എങ്ങനെ നിങ്ങളുടെ പാത്ത് വേ ആയിരിക്കണം, എങ്ങനെ നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനായിട്ട് പോകുന്നത്. സോ പാർട്ട് 1 എന്ന് പറയുന്ന ലാസ്റ്റ് മിനിറ്റ് ആണ്. ലാസ്റ്റ് മിനിറ്റ് ഒരു 3-4-5 ദിവസം നമ്മുടെ മുന്നിലുള്ള, അപ്പൊ നമുക്ക് എല്ലാം വാരി വലിച്ച് പഠിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമുക്ക് ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് വരാൻ സാധ്യതയുള്ള ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസുകളുടെ ഒരു സെക്ഷനാണ്. അതിന്റെ യൂണിറ്റ്സുകളായിട്ടുള്ള യൂണിറ്റ് 4, യൂണിറ്റ് 6, യൂണിറ്റ് 9, യൂണിറ്റ് 11, 12, 14, 15 ഇത്രയും യൂണിറ്റുകൾ ഫോക്കസ്ഡ് കൂടിയിട്ട് വേണം കവർ ആക്കാനായിട്ടുള്ളത്. പാർട്ട് 2 എന്ന് പറയുന്നത് ബാലൻസ്ഡ് സ്കോളർ അപ്രോച്ച് ആണ്. അതായത് 2-3 വീക്ക് നമ്മുടെ മുന്നിലേക്ക് ലെഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ്. അപ്പൊ നമ്മൾ സെക്ഷൻ 4 അതിനൊരു 90% PBIQയുടെ വെയിറ്റേജ് കംപ്ലീറ്റ് നമ്മൾ ഇവിടെ നോക്കേണ്ടി വരും. പാർട്ട് 3 എന്ന് പറയുമ്പോൾ ഡീപ് ഡൈവർ അപ്രോച്ച് ആണ്. അവിടെ എന്ന് പറയുന്നത് ഡൈവർ അപ്രോച്ചിനകത്ത് ഒരു 4 വീക്ക് നമ്മുടെ മുന്നിലേക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ഓരോ ടോപ്പിക്കുകളും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള സമയം നമുക്ക് അവിടെ ഉണ്ട്. അപ്പൊ SLMസും ബ്ലോക്കും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അങ്ങനെ ഒരു ടൈം നമ്മുടെ മുന്നിലേക്ക് അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ. ഇനി എക്സാമിനേഷൻ പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചറിംഗ് ആണ് നോക്കാനായിട്ട് പോകുന്ന. PBIQയുടെ MES 012 എന്ന് പറയുന്ന പേപ്പറിന്റെ എക്സാമിനേഷൻ പാറ്റേൺ നോക്കുമ്പോൾ 70 മാർക്സിന്റെ എക്സാം ആണ്. 3 hours ആണ് നമ്മുടെ മുന്നിലേക്ക് ഉള്ളത്. ഇപ്പൊ ക്വസ്റ്റ്യൻ 1 and 2 എന്ന് പറയുന്നത് ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. 600 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. ഇന്റേണൽ ചോയ്സ് ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ ക്വസ്റ്റ്യൻ 3 എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. റഫ്ലി 150 വേർഡ്സിനുള്ളിൽ മാത്രം എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് പറയുന്നത് വളരെ സിംഗിൾ കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ് അവിടെ വരുന്നത്. അവിടെ ബ്ലോക്ക് 3-ലെ എയിംസ്, ബ്ലോക്ക് 4-ലെ കരിക്കുലം ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 4-നകത്ത് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ബ്ലൂ പ്രിന്റ് നോക്കുമ്പോൾ എക്സാമിനേഷൻ പേപ്പർ എന്ന് പറയുന്നത് പെർസെന്റേജ് വൈസ് ഡിവൈഡ് ചെയ്യുന്നു. ബ്ലോക്ക് 1 നേച്ചർ കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ 23%, ബ്ലോക്ക് 2 നോളജ് ഇൻ എഡ്യൂക്കേഷൻ 18%, ബ്ലോക്ക് 3 എന്ന് പറയുന്നത് എയിംസ് ആൻഡ് ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ 32%, ബ്ലോക്ക് 4 കരിക്കുലം ആൻഡ് ഇറ്റ്സ് ആസ്പെക്ട് 27% ആണ് വരുന്നത്. ഇനി ഹൈ യിൽഡ് ആയിട്ടുള്ള സിലബസ് മാപ്പിംഗ് യൂണിറ്റ് ബൈ ഫ്രീക്വൻസി ഓവർവ്യൂ നോക്കുമ്പോൾ ബ്ലോക്കിലും SLMസിനകത്ത് ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലേൺവൈസ് ഇവിടെ ഒരു 3 ടയർ സിസ്റ്റം ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഹൈ യീൽഡിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഈ പറയുന്ന പോലെ 3 സ്റ്റാർ കൊണ്ടിട്ടാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. വളരെ ക്രിട്ടിക്കൽ ആയിട്ട് എക്സാമിനേഷൻ പാസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഹൈ യീൽഡിങ്ങിനകത്ത് വരുന്നത്. മീഡിയം എൽഡിംഗ് എന്ന് പറയുമ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സുകളാണ് അതിനകത്ത് വരുന്നത്. ലോ എൽഡിംഗ് എന്ന് പറയുമ്പോൾ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കവറേജ് അത്തരത്തിലുള്ള ടോപ്പിക്കിനോട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ സ്റ്റഡി ടൈം എന്ന് പറയുന്നത് 50% എന്ന് പറയുന്നത് ഹൈ എൽഡിംഗ് ആയിട്ടുള്ള ടോപ്പിക്കിനും 30% ലോ എൽഡിംഗ് മീഡിയം എൽഡിംഗ് ടോപ്പിക്കിനും 20% ലോ എൽഡിംഗ് ടോപ്പിക്കിനും വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കേണ്ടത്. ഇനി ഏത് ടോപ്പിക്കാണ് ഇങ്ങനെ പഠിക്കേണ്ടത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ദ കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ
3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസംബർ 2025 വന്നിട്ടുള്ളത്. ഒരു മീഡിയം ലെവൽ ടോപ്പിക് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 എഡ്യൂക്കേഷൻ ആസ് എ ഫീൽഡ് ഓഫ് നോളേജ് യൂണിറ്റ് 2 വരുന്ന 3 തവണ വന്നിട്ടുള്ള ജൂൺ 2025 വന്നിട്ടുള്ളത്. ഒരു മീഡിയം ലെവൽ ടോപ്പിക് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ 3 തവണയാണ് വന്നിട്ടുള്ളത്. ജൂൺ 2024 വന്നിട്ടുള്ളത്. ഒരു മീഡിയം ലെവൽ ടോപ്പിക് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 ക്യാരക്ടറൈസിംഗ് എഡ്യൂക്കേഷൻ 6 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 വന്നിട്ടുള്ളത്. അതൊരു ഹൈ ലെവൽ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 ദ കോൺസെപ്റ്റ് ആൻഡ് നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ 1 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2024 വന്നിട്ടുള്ളത്. ഒരു ലോ ലെവൽ ടോപ്പിക് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 6 ഏൻഷ്യൻ ഇന്ത്യൻ കോൺസെപ്റ്റ് ആൻഡ് നേച്ചർ ഓഫ് നോളേജ് 9 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 വന്നിട്ടുള്ളത്. ഒരു ഹൈ ലെവൽ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 7 മിഡീവൽ ഇസ്ലാമിക് ഇന്ത്യൻ കോൺസെപ്റ്റ് ആൻഡ് നേച്ചർ ഓഫ് നോളേജ് 2 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 വന്നിട്ടുള്ളത്. ഒരു മീഡിയം ലെവൽ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 8 ദ ബേസ് ഓഫ് ദ എഡ്യൂക്കേഷൻ എയിംസ് ആൻഡ് ഗോൾസ് 1 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2022 വന്നിട്ടുള്ളത്. ഒരു മീഡിയം ലെവൽ ലോ ലെവൽ ടോപ്പിക് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 9 എയിംസ് ആൻഡ് ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ദ ഇന്ത്യൻ ഫിലോസഫിക്കൽ ട്രഡീഷൻ 7 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 വന്നിട്ടുള്ളത്. ഒരു ഹൈ ലെവൽ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 10 ദ എയിംസ് ആൻഡ് ഗോൾസ് ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ തോട്ട് 3 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 വന്നിട്ടുള്ളത്. ഒരു മീഡിയം ലെവൽ ടോപ്പിക് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 11 എയിംസ് ആൻഡ് ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ മോഡേൺ ഇന്ത്യൻ കണ്ടെക്സ്റ്റ് 5 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 വന്നിട്ടുള്ളത്. ഒരു ഹൈ ലെവൽ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 12 ദ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ മോഡേൺ തിങ്കേഴ്സ് 5 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 ജൂൺ 2025 വന്നിട്ടുള്ളത്. അതൊരു ഹൈ ലെവൽ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 13 ദ മീനിങ് ആൻഡ് കോൺസെപ്റ്റ് ഓഫ് കരിക്കുലം 2 തവണയാണ് വന്നിട്ടുള്ളത്. ജൂൺ 2025 വന്നിട്ടുള്ളത്. അത് മീഡിയം ലെവൽ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 14 ഫൗണ്ടേഷൻസ് ഓഫ് കരിക്കുലം 5 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 വന്നിട്ടുള്ളത്. ഒരു ഹൈ ലെവൽ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 15 കരിക്കുലം പ്ലാനിംഗ് 7 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2025 വന്നിട്ടുള്ളത്. ഒരു ഹൈ ലെവൽ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 16 മോഡൽസ് ഓഫ് കരിക്കുലം ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെന്റ് 2 തവണയാണ് വന്നിട്ടുള്ളത്. ജൂൺ 2024 വന്നിട്ടുള്ളത്. ഒരു മീഡിയം ലെവൽ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 17 കരിക്കുലം ഇവാലുവേഷൻ 2 തവണയാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 2023 വന്നിട്ടുള്ളത്. അതൊരു മീഡിയം ലെവൽ ആയിട്ടുള്ള ടോപ്പിക് ആണ്. സോ യൂണിറ്റ് ബൈ ഫ്രീക്വൻസി നോക്കുമ്പോൾ ഇവിടെ റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഹൈ ലെവൽ ആയിട്ടുള്ള ടോപ്പിക്, മീഡിയം ലെവലിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് യെല്ലോ കളറിലാണ്, ലോ എൽഡിംഗ് ആയിട്ടുള്ളത് ഗ്രീൻ ആൻഡ് ലൈറ്റ് ബ്ലൂ കളറിലാണ്. അപ്പോൾ ഏതൊക്കെ യൂണിറ്റ്സുകളും SLMസും ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കവർ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഫ്രീക്വൻസി ടേബിൾ നോക്കുമ്പോൾ മനസ്സിലാവും. സോ ആ ഒരു ഫ്രീക്വൻസി ടേബിൾ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ 5 റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ എത്ര തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പരമനാഥിയൻ തിയറീസ് ഓഫ് നോളജ് ഹെറ്ററോഡോക്സ്, ഓർത്തഡോക്സ്, ജനയോഗ 9 തവണയാണ് അത് വന്നിട്ടുള്ളത്. ഇന്ത്യൻ ഫിലോസഫിക്കൽ എയിംസ് ബുദ്ധിസ്റ്റ്, ജെയിൻ, ശാക്യ യോഗ, ഉപനിഷത്ത് 7 തവണയാണ് വന്നിട്ടുള്ളത്. കരിക്കുലം പ്ലാനിംഗ് ലെവൽസ് ഫ്രെയിംവർക്ക്സ് 7 തവണയാണ് വന്നിട്ടുള്ളത്. ക്യാരക്ടറൈസിംഗ് എഡ്യൂക്കേഷൻ, സോഷ്യലൈസേഷൻ, എൻകൾച്ചറേഷൻ, ഡിസേബിൾ ബിഹേവിയേഴ്സ് 6 തവണ വന്നിട്ടുണ്ട്. മോഡേൺ തിങ്കേഴ്സ് ഡൂവേ, ഫെറേരി, ഗാന്ധി, ടാഗോർ 5 തവണയാണ് അത് വന്നിട്ടുള്ളത്. സോ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് ഇവിടെ ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിന്റെ ആൻസർ ഇവിടെ ഇല്ല. ആൻസർ നിങ്ങൾക്ക് വേണമെങ്കിൽ ലേൺവൈസ് ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ലേൺവൈസിന്റെ ലേണേഴ്സിന് ഒരു 1 month മുന്നേ തന്നെ ഇത് റിലീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്യാരക്ടറൈസിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഡിസ്കസ് ഹൗ ദ എഡ്യൂക്കേഷൻ ഇസ് എ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എൻകൾച്ചറൈസേഷൻ ആൻഡ് അക്കൾച്ചറൈസേഷൻ. അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ഹൗ ദ എഡ്യൂക്കേഷൻ ഇസ് എ പ്രോസസ് ഓഫ് പ്രൊമോട്ടിംഗ് ഡിസൈറബിൾ ബിഹേവിയേഴ്സ് ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് അൺഡിസൈറബിൾ ബിഹേവിയേഴ്സ്. അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഹൗ ദ എഡ്യൂക്കേഷൻ is a process of reconstruction of experience as presented by John Dewey. അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ്. അത് ഈ ഇത്രയും ക്വസ്റ്റ്യൻസുകളുടെ ആൻസേഴ്സ് നിങ്ങൾക്ക് ലേൺവൈസിന്റെ ആപ്പ് ത്രൂ അവൈലബിൾ ആക്കാവുന്നതാണ്. അടുത്തത് ഏൻഷ്യൻ ഇന്ത്യൻ കോൺസെപ്റ്റ് ആൻഡ് നേച്ചർ ഓഫ് നോളജ് എന്ന് വന്നിട്ടുള്ളതാണ്. ഡിസ്കസ് ദ പരാമന തിയറി ഓഫ് നോളജ് ആൻഡ് ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം ദ വെസ്റ്റേൺ ഫിലോസഫീസ് ഓഫ് ദ കൺസ്ട്രക്ഷൻ ഓഫ് നോളജ്. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ദ സോഴ്സ് ഓഫ് നോളജ് അക്കോർഡിംഗ് ടു ദ ജെയിൻ ഫിലോസഫി. അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ ഓർത്തഡോക്സ് സ്കൂൾ വ്യൂസ് ഓഫ് നോളജ്. അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഫിലോസഫി ഓഫ് ജനയോഗ ആൻഡ് ദ നേച്ചർ ഓഫ് നോളജ് അക്കോർഡിംഗ് ടു ദ ജനയോഗ. ഈ പറയുന്നതിന്റെ ആൻസേഴ്സ് ലേൺവൈസ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അടുത്തത് ദ എയിംസ് ആൻഡ് ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ ദ ഇന്ത്യൻ ഫിലോസഫീസ് ആൻഡ് ട്രഡീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ ദ എയിം ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ദ ബുദ്ധിസ്റ്റ് ഫിലോസഫി. ഡിസ്കസ് ദ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ദ അഷ്ടമാർഗ ഓഫ് ദ ബുദ്ധിസ്റ്റ് ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. അടുത്തത് ഡിസ്കസ് ദ എക്സാമ്പിൾസ് ഓഫ് 3 എയിംസ് ഓഫ് ജെയിൻ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. അടുത്തത് ഇലുസ്ട്രേറ്റ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ നേച്ചേഴ്സ് ഓഫ് നോളജ് അക്കോർഡിംഗ് ടു ശാക്യയോഗ ആൻഡ് ദ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ശാക്യയോഗ. അടുത്തത് ഡിസ്ക്രൈബ് ദ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ദ ഉപനിഷത്ത്. ആൻസർ കി ലേൺവൈസ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം.
ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെർൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അടുത്ത എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ മോഡേൺ തിങ്കേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു പൗളോ ഫെറെ ആൻഡ് ജോൺ ഡുവേ. ഡിസ്കസ് ദെയർ ഇംപ്ലിക്കേഷൻ ഫോർ ദ കറന്റ് എഡ്യൂക്കേഷണൽ കണ്ടെക്സ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ബ്രീഫ്ലി ഡിസ്കസ് ദ പോൾ ഫെറേറെ ഫിലോസഫി ഓഫ് പെഡോളജി ഓഫ് ദി ഒപ്രസ്ഡ്. അടുത്തത് ക്രിട്ടിക്കലി അനലൈസ് ദ മഹാത്മാഗാന്ധി ബേസിക് സ്കീം ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഇറ്റ്സ് റെലവൻസ് ഇൻ ദ പ്രസന്റ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റൻ ഡിസ്ക്രൈബ് ദ contribution of the two modern Indian thinkers to the educational thought and practice. Answer key Learnwise app-നകത്ത് അവൈലബിൾ ആണ്. അടുത്ത കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ് അബൌട്ട് ദ ടേം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ഡിഫറെന്റ് ഫ്രം ടീച്ചിങ്, ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡോക്ട്രിനൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബിറ്റ്വീൻ പ്രിസ്ക്രിപ്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് തിയറീസ് ഓഫ് എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഫ്രം ദ പെർസ്പെക്ടീവ്സ് ഓഫ് തിയറീസ് ഓഫ് എഡ്യൂക്കേഷൻ. ആൻസർ കീ ലേൺവൈസ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അടുത്തത് എഡ്യൂക്കേഷൻ ആസ് എ ഫീൽഡ് ഓഫ് നോളജ് എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഡിസിപ്ലിൻ, ജസ്റ്റിഫൈ ദ എഡ്യൂക്കേഷൻ ആസ് എ ഡിസിപ്ലിൻ. നെക്സ്റ്റ് ഡിസ്കസ് ദ മൾട്ടി ഡിസിപ്ലിനറി നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ. അടുത്തത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ബേസിക് ഡിസിപ്ലിൻ ആൻഡ് അപ്ലൈഡ് ഡിസിപ്ലിൻ വിത്ത് എക്സാമ്പിൾസ്. ആൻസർ കീ ലേൺവൈസ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അടുത്തത് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഡിസ്കസ് ദ സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഡിഫറെന്റ് ലേണിംഗ് എൻവയോൺമെന്റ്സ്. നെക്സ്റ്റ് ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് നോൺ ഫോമൽ എഡ്യൂക്കേഷൻ. അടുത്തത് ഡിഫറൻഷിയേറ്റ് among ദ കോൺസെപ്റ്റ് ഓഫ് ഫോമൽ, നോൺ ഫോമൽ ആൻഡ് ഇൻഫോമൽ എഡ്യൂക്കേഷൻ. ആൻസർ കീ ലേൺവൈസ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അടുത്ത എയിംസ് ആൻഡ് ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന ഇന്ത്യൻ മോഡേൺ കണ്ടസ്റ്റ് എന്ന് വന്നിട്ടുള്ളതാണ്. ഡിസ്കസ് ദ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ ഡ്യൂറിംഗ് ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് ഇൻ ഇന്ത്യ ആസ് എൻവിഷൻ ഇൻ ദ വേരിയസ് കമ്മീഷൻസ് ആൻഡ് ദ പോളിസി ഫ്രെയിംവർക്സ്. അടുത്തത് ഡിസ്ക്രൈബ് ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005. Summarize the aims of education according to NFC 2005. അടുത്തതെന്ന് പറയുന്നത് ഡിസ്കസ് ദ 4 pillars of education as described in the Delors Commission report and explain their significance in the present day society. ആൻസർ കീ ലേൺവൈസ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അടുത്ത ഫൗണ്ടേഷൻസ് ഓഫ് കരിക്കുലം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ ദ ഇമ്പാക്ട് ഓഫ് എസെൻഷ്യലിസം, റിയലിസം ആൻഡ് പ്രാഗ്മാറ്റിസം on the curriculum development. അടുത്തത് discuss the basic philosophical considerations of having implications for the curriculum development. അടുത്ത question describe the features of essentialist curriculum. ആൻസർ കീ ലേൺവൈസ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അടുത്തത് medieval Islamic Indian concept and nature of knowledge എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. describe the meaning of knowledge in Islamic tradition. describe the salient features of Islamic theory of knowledge. നെക്സ്റ്റ് ഡിസ്കസ് ദ മെയിൻ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഇസ്ലാമിക് medieval world. ആൻസർ കീ ലേൺവൈസ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. ഇനി പ്രൊഡക്റ്റീവ് പ്രാക്ടീസ് സെറ്റ് ആണ്. ഇവിടെ 2 ഫുൾ ആയിട്ടുള്ള മോക്ക് പേപ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഫുൾ ആയിട്ടുള്ള ആൻസേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ലേൺവൈസ് ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. പ്രാക്ടീസ് സെറ്റ് എയുടെ ഹൈ പ്രോബിലിറ്റി പേപ്പറിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടൈം വരുന്നത് 3 hours ആണ്. 4 ക്വസ്റ്റ്യൻ ആണ് ഓൾറെഡി ഉള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് ഡിസ്കസ് ദ പരാമണ തിയറി ഓഫ് knowledge in Indian philosophy, compare it with the Western empirist approach and bring out its implications for the classroom pedagogy. Or explain the Islamic theory of knowledge and describe its key sources and the modes of communication. Question number 2, discuss the aims of education during the post-independence period in India as reflected in the major commissions and the policies. Or explain the principles and the levels of curriculum planning with reference to the NCF 2005 and NEP 2020. അടുത്ത തേർഡ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ക്വസ്റ്റിനകത്ത് കുറച്ച് പാർട്സ് വരുന്നുണ്ട്. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. അതിനകത്ത് വരുന്ന പാർട്ട് 3 വരുന്ന പാർട്ട് എനകത്ത് വരുന്നതാണ്. ഡിഫറൻഷിയേറ്റ് among the non formal, formal and informal education with the Indian examples. B, explain the 3 aims of Jain philosophy of education. C, discuss the influence of pragmatism on the curriculum development. D, describe the salient features of NCF 2005. E, explain the Paul Ferreira concept of concertation. And F, distinguish between the overt and the hidden curriculum with examples. Question number 4, discuss critically analyze John Dewey's concept of education as a reconstruction of experience and discuss its relevance for the present Indian classroom. Practice it B, surprise ready paper ആണ്. Question number 1, explain how the education is a process of socialization, differentiate between enculturization, acculturization and discuss their implications for the multicultural Indian classrooms, or discuss the Ashtamark of Buddhist philosophy of education and derive the aims of education from it. Question number 2, discuss the basic philosophical consideration that is having an implication for the curriculum development. Illustrate with examples from NEP 2020 or describe the process of curriculum development and the task involved at each stage. Question number 3, differentiate among the non-formal, formal and informal education with the examples. Explain the 3 aims of Jain philosophy of education. Discuss the influence of pragmatism on curriculum development. D, describe the salient features of NCF 2005
E. Explain the Paul Ferrer concept of constitution. F. Distinguish between overt and hidden curriculum with example. Question number 4. Critically analyze the Mahatma Gandhi basic scheme Varada of education and discuss its relevance with the present Indian context. ഇനി ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് ആണ്. എങ്ങനെ ഒരു ആൻസർ എഴുതാം എന്നുള്ളതാണ്. ഏതൊരു ആൻസർ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ ആൻസറിന് ഒരു 3 പാർട്ട് ഉണ്ടാവും. ഇൻട്രൊഡക്ഷൻ, ബോഡി ആൻഡ് കൺക്ലൂഷൻ. 20 മാർക്കിന്റെ ക്വസ്റ്റിന് ഒരു 500 to 600 വേർഡ്സിലുള്ള വേണം എഴുതാനായിട്ടുള്ളത്. ഇൻട്രൊഡക്ഷനകത്ത് ഒരു 2-3 സെന്റൻസുകൾ നിങ്ങൾ അതിനെ ക്വസ്റ്റിനകത്ത് വരുന്ന കീ കോൺസെപ്റ്റുകളോ അതിന്റെ സ്കോപ്പോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ബോഡി പാർട്ടിനകത്ത് ഒരു 4 to 6 ഡിസ്റ്റിങ് പോയിന്റ്സിനകത്ത് തന്നെ ബ്രീഫ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ്, ടോപ്പിക്കിന്റെ സെന്റൻസുകൾ, അതിന്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സെനാരിയോസും SLMs നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. കൺക്ലൂഡിംഗ് പോർഷനകത്ത് അതിന്റെ സിഗ്നിഫിക്കൻസും അതിന്റെ ഇംപ്ലിക്കേഷൻസും മോഡേൺ റെലവൻസും നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഇനി സ്ട്രക്ചറിങ് തിയറി ആൻഡ് ഡിസ്കഷൻ ടൈപ്പ് ഓഫ് ആൻസേഴ്സ് വരികയാണെങ്കിൽ തിയറി ബേസ്ഡ് ആൻസേഴ്സ് ആണെങ്കിൽ അവിടെ ഈ പറയുന്ന പോലെ ആരാണ് ആ തിയറി എഴുതിയത്, എപ്പോഴാണ് എഴുതിയത്, അതിന്റെ കോർ ആയിട്ടുള്ള കമ്പോണൻസ്, അതിന്റെ SLMsന്റെ ടെർമിനോളജീസ്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, ലിമിറ്റേഷൻസ്, ക്രിറ്റിസിസം ഒക്കെ എഴുതാവുന്നതാണ്. ഇനി ഡിസ്കഷൻ ആൻഡ് എക്സ്പ്ലെയിൻ വേർഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ ഇപ്പൊ ഡിസ്കസ് ആണെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കാം. നെഗറ്റീവ് ആയിട്ടോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡ് എടുക്കാതെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള പാത്ത് എടുത്തിട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സും അതിന്റെ പ്രോസും കൺസും ട്രേഡ് ഓഫ്സും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി എക്സ്പ്ലെയിൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഹെഡിങ്ങിൽ വരുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിന്റെ കമ്പോണൻസ് ഇന്റർകണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ആൻസർ എഴുതാവുന്നതാണ്. ഇനി ടൈം മാനേജ്മെന്റ് ഡ്യൂറിംഗ് ദി എക്സാം. ആദ്യത്തെ 5 മിനിറ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാനായിട്ട് എടുക്കുക. ഒരു 30 മിനിറ്റ് ഓരോ ആൻസർ എഴുതാനായിട്ടും എടുക്കുക. ആ ആൻസർ എഴുതുന്ന സമയത്ത് ബോഡിയും ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കണം. ഒരു 6 മിനിറ്റ് നിങ്ങൾ ആൻസർ വായിച്ച് നോക്കാനായിട്ട് എടുക്കുക. എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട്. ഒരു 15 മിനിറ്റ് നിങ്ങൾ മൊത്തം എഴുതി കഴിഞ്ഞതിന് ശേഷം ആൻസർ വായിച്ച് നോക്കാനായിട്ട് എടുക്കുക. ഓവറോൾ ക്വാളിറ്റി ആണ് നോക്കുന്നത്, അല്ലാതെ ക്വാണ്ടിറ്റി അല്ല. ഒരു 400 വേർഡ്സ് എഴുതാൻ പറയുമ്പോൾ അവിടെ ഒരു 800 വേർഡ്സിൽ ഉത്തരം എഴുതുന്നതല്ല എക്സാമിനർക്ക് വേണ്ടത്. ഈ പറയുന്ന പോലെ ഇത് വാല്യുവേറ്റ് ചെയ്യുന്ന ആൾ നോക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെ ആ 400 വേർഡ്സിൽ ആ ഉത്തരം എഴുതി എന്നുള്ളതാണ്. ഇനി ഫുൾ ആയിട്ടുള്ള വർക്ക്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് വേണമെങ്കിൽ പ്രാക്ടീസ് സെറ്റ് എയുടെയും പ്രാക്ടീസ് സെറ്റ് ബിയുടെയും PYQയുടെ ബുക്ക്ലെറ്റുകൾ, ബ്ലൂ പ്രിന്റ്സുകൾ, പേഴ്സണൽ ആയിട്ടുള്ള ഗൈഡൻസുകൾ, ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇവിടെ സ്ക്രീനിൽ കാണുന്നിട്ട് താഴെ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 7592939616 എന്ന നമ്പറിലേക്ക് കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഫുൾ ആയിട്ടുള്ള പ്രാക്ടീസ് സെറ്റ് എയുടെയും ബിയുടെയും ആൻസേഴ്സുകൾ, ഫുൾ ആയിട്ടുള്ള വർക്ക്ഡ് ആയിട്ടുള്ള ആൻസേഴ്സുകൾ, PYQയുടെ ബുക്ക്ലെറ്റുകൾ, ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻ ബാങ്ക്സുകൾ, പേഴ്സണൽ ആയിട്ടുള്ള ഗൈഡൻസുകൾ, മെന്റർ സപ്പോർട്ടുകൾ നിങ്ങൾക്ക് കിട്ടും. ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് എക്സാമിന് മുമ്പേ വരെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല ലേൺവൈസിന്റെ അഡ്വാൻസ് ലേണിംഗ് എക്കോസിസ്റ്റത്തിലേക്കുള്ള ഒരു എൻട്രി കൂടിയാണിത്. സോ അതിന് നിങ്ങൾ ചെയ്യേണ്ട എത്രമാത്രം ഈ താഴെ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 7592939616 എന്ന നമ്പറിലേക്ക് കണക്ട് ചെയ്യാം. നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ഈ നമ്പറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ലേൺവൈസിന്റെ ടീം നിങ്ങളെ എൻറോൾ ചെയ്യിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. So all the best for your term and examinations. ഇതുപോലുള്ള യൂട്യൂബ് വീഡിയോസുകൾ PYQയുടെ വേണമെങ്കിൽ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. So thank you, all the best for your exam. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.